ഒരു സഹോദരിയുടെ ചോദ്യം തന്നെയാണ്. അവർ ഇപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കണം. അപ്പോൾ അവർ പറയണത് അവർ തുടക്കത്തിൽ കുറേ ഇപ്പോൾ ഈ ചോദ്യങ്ങൾ അയച്ചവരൊക്കെ പറഞ്ഞത് ഞങ്ങൾ സ്ഥിരമായി പീസ് റേഡിയോ കേൾക്കുന്നവരാണ്, ശ്രോതാവാണ്, കുടുംബമൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർ പറയണത് ഞാനൊരു സൈലൻ്റാണ്, പൊതുവേ ഞാനൊരു സൈലൻ്റ് സ്ത്രീയാണ്, അങ്ങനെ ആരുമായിട്ട് അങ്ങനെ വലിയ അടുപ്പമൊന്നുമില്ല ഭർത്താവിൻ്റെ വീട്ടിൽ. പക്ഷേ ഭർത്താവായിട്ട് നല്ല അടുപ്പവും സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരോട് ഭർത്താവിനോട് പറയാറുണ്ട്, എന്ത് ഞാൻ അങ്ങനെ അധികം സംസാരിക്കാറില്ല, ഇനി അത് നിങ്ങളെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമോ? അപ്പോൾ ആ ഭർത്താവ് പറഞ്ഞു, വേണ്ട, അങ്ങനെ തന്നെ സംസാരിച്ചാൽ മതി, ഇതാണ് എനിക്കും ഇഷ്ടം, അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ ഉമ്മയാണുള്ളത്. ഉമ്മ ഒരു പാവം സ്ത്രീയാണ്, അവരും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, എൻ്റെ സ്വഭാവം അവർക്കറിയാം. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം, ഇപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞ് ചെറിയ കുട്ടിയുമായി വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ ധാരാളം അതിഥികൾ വരും കുട്ടീനെ കാണാൻ. അവരോട് ഞാൻ എങ്ങനെ സംസാരിക്കുമ്പോൾ ഭയങ്കര മടിയാണ്. അതുപോലെ ഉമ്മ പ്രായമായി, ഉമ്മാക്ക് ഈ കുട്ടിയെ വെച്ച് ഇനി ഉമ്മാക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ, അതൊരു പ്രയാസം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അത് ഞാൻ കുറ്റക്കാരിയാകുമോ, എങ്ങനെയാണ് ഞാൻ ഇവരോടൊക്കെ നന്നായി പെരുമാറി മുന്നോട്ട് പോകാൻ സാധിക്കുക? അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മടി ഒഴിവാക്കണം, എല്ലാവരും അറ്റാച്ച് ഉണ്ടാവണം. രണ്ടാമത് ഇവർ കുറ്റക്കാരാകുന്നു. വേറെ ഭർത്താവിൻ്റെ ഉമ്മയിൽ നിന്നൊരു പ്രശ്നമല്ല, ഭർത്താവിൽ നിന്ന് പ്രശ്നമല്ല, വേറെ ആരുടെ നിന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഇവരെന്നെ സ്വയം പറയുന്നില്ല ഞാൻ അങ്ങനത്തെ ഒരു സൈലൻ്റ് ആളാണ്, അപ്പോൾ അത് മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യും? ഇതിപ്പോൾ വിവാഹ ജീവിതത്തിൻ്റെ ഒരു പരിചയക്കുറവിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമായിട്ട് നമ്മളിതിനെ കാണേണ്ടതുള്ളൂ. അതായത് വിവാഹം കഴിച്ചപ്പോൾ ഒരു കുട്ടിയായിട്ടുള്ളൂ, അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില പരിചയക്കുറവുകൾ. അതോടുകൂടെ അവർക്ക് എന്തുണ്ട്, ഒരു ഇൻട്രോവർട്ട്, കുറച്ചൊരു മറ്റുള്ളവരോടൊന്നും ഹെഡ് ചെയ്ത് സംസാരിക്കാത്ത ഒരു പ്രകൃതി ഉണ്ട്. അതൊരു പരിധിവരെ നല്ലൊരു ഗുണമാണ്. പക്ഷേ എന്നാലും എന്തായിരിക്കും വെച്ചാൽ വീട്ടിൽ ഗസ്റ്റും ആളുകളൊക്കെ വരുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ, അവരെ വീട്ടിൽ ചെന്നൊന്നും മൈൻഡ് ചെയ്തില്ല, എന്താ അവിടെ മരുവോള് ഒരു അക്ഷരം മുണ്ടിണില്ലല്ലോ എന്നൊക്കെ ആൾക്കാർ പറയും. അപ്പോൾ അതിന് ഈ സഹോദരി ബേജാറാവേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടുള്ളൂ, ഒന്ന് ശരിയാക്കി എടുക്കണം എന്ന് വിചാരിച്ചാൽ ഈസി ആയിട്ട് ശരിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് സംസാരം. നമ്മളെന്തുള്ളൂ വെച്ചാൽ, നമ്മളോട് ഒരാളൊരു കാര്യം ചോദിക്കുമ്പോൾ അയാൾ ചോദിക്കുന്നത് ഒരു സെൻറ്റൻസ് ആയിരിക്കും, നമ്മൾ മറുപടി പറയുമ്പോൾ 2 സെൻറ്റൻസ് പറയാം. മനസ്സിലായി? ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, കുട്ടി എൻ്റെ വീട് എവിടെയാണ് എന്നിപ്പോൾ ഒരാൾ ചോദിച്ചു എന്ന് വിചാരിച്ചു. അപ്പോൾ പറയും നമ്മൾ, എൻ്റെ വീട് ഇന്ന സ്ഥലത്താണ്, കോഴിക്കോടാണ്, നിങ്ങളെ വീട് എവിടെയാണ്? അപ്പോൾ എന്തായി? 2 സെൻറ്റൻസ്. അപ്പോൾ അയാളെക്കാളും നമ്മൾ സംസാരിച്ചില്ലേ? മനസ്സിലായി? പിന്നെ അടുത്ത ചോദ്യം അയാൾ എൻ്റെ വീട് ഇന്ന സ്ഥലത്താണ് എന്ന് പറയുമ്പോൾ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് വെക്കുമ്പോൾ, ശരി, നിങ്ങളവിടെ എന്താ, നിങ്ങളുടെ ഭർത്താവ് എന്താ ചെയ്യുന്നു, മക്കളെന്താ ചെയ്യുന്നു, ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രെയിൻ ചെയ്തെടുത്താൽ വളരെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന, ഏറ്റവും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളായിട്ട് മാറാൻ ഇവർക്ക് എന്ത് ചെയ്യും, സാധിക്കും. അതിലൊരു സംശയമില്ല. ഇനിയിപ്പോൾ ഈ കുട്ടീനെ വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ, അതൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ, നമുക്ക് ഈ കുട്ടീനെ എവിടെയും വെക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണ്ട. അതായത് കുട്ടീനെ കയ്യിൽ നിന്ന് വെക്കാൻ കഴിയാത്ത ആൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അവരൊരു ജോലിയിലാണല്ലോ ഓൾറെഡി. അതെ, കുട്ടിയെ നോക്കുക എന്നുള്ളത് ജോലിയിലാണല്ലോ, അത് അവർ ചെയ്യുക. അപ്പോൾ കുട്ടി ഉറങ്ങുന്ന സമയത്തൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക, പണികൾ ചെയ്ത് കൊടുക്കുക. അല്ലാതെ പ്രഗ്നൻ്റായി പ്രസവിക്കുന്നതിന് മുമ്പുള്ള പോലെ പ്രസവ കാലഘട്ടത്തിൽ ചെയ്യണമെന്ന് അവളെന്നല്ല, ആര് വിചാരിച്ചാലും എന്തല്ല, അത് നടപ്പില്ലാത്ത വിഷയമാണ്. പിന്നെ കുറേയൊക്കെ മറ്റുള്ള ഉമ്മയൊക്കെ എന്ത് ചെയ്യും, കുട്ടീനെടുത്ത് സഹകരിക്കുമ്പോൾ ആ സമയത്തൊക്കെ പോയി ജോലി ചെയ്യാത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇവർ ബേജാറാവൊന്നും വേണ്ട. ആവശ്യമില്ല. കുട്ടീനെ നോക്കേണ്ട സമയത്ത് കുട്ടീനെ നോക്കുക, എന്നിട്ട് അവിടെ നടക്കണ പണി എന്ത് ചെയ്യുക, നടക്കുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, അവൾക്ക് കുട്ടി ഉണ്ടാവുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയണില്ല അറിഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പരിഹരിക്കും. ഇതൊരു ചെറിയൊരു പരിചയക്കുറവിൻ്റെ പ്രശ്നം മാത്രമായിട്ട് മനഃപൂർവ്വം ഒന്ന് ചെയ്തു തുടങ്ങിയാൽ പിന്നെ അവിടുന്ന് അങ്ങനെ ക്ലിയർ ആയി പോകും.